നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു BJP കോൺഗ്രസ് ഡീല് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് നിങ്ങളോട് വെളിപ്പെടുത്തി തരികയാണ്. കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ നിങ്ങൾക്കറിയാലോ, അവിടെ ഒരു സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിവെച്ചിരുന്നു. അത് അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. അവിടെ പച്ചയ്ക്ക് കോൺഗ്രസ് BJP ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കാനുള്ള കാരണം അവിടെ നിലവിൽ BJPയെ സംബന്ധിക്കുന്നിടത്തോളം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമാകുന്നതിന് കൂടി സഹായിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? കോൺഗ്രസിനുണ്ട്. നിലവിൽ 50 സീറ്റാണ്. 51 കേവല ഭൂരിപക്ഷമാകില്ല. എന്നിരുന്നാലും ഒരു സ്വതന്ത്രന്റെ സഹായമുണ്ട്. ഒരാളും കൂടി സഹായിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സേഫ് സോണിലാകണമെന്നുള്ള ആഗ്രഹം BJP പ്രകടിപ്പിച്ചു. അങ്ങനെ കോവളം മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള വിഴിഞ്ഞം വാർഡ് നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡാണ്. ഈ വാർഡിലാണ് നീക്കുപോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ആ നീക്കുപോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അറിയണ്ടേ? നിലവിൽ കോവളം വാർഡിന്റെ MLA ആയിട്ടുള്ള M വിൻസെന്റിനാണ് നിലവിൽ ഈ വാർഡിന്റെയും ചുമതല. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയെ സ്വന്തം നിലയ്ക്ക് അങ്ങ് തീരുമാനിച്ചു. എങ്ങനെ? വാർഡ് കമ്മിറ്റി കൊടുത്ത 6 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ്, ഈ ലിസ്റ്റിലൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയെ നൂലിൽ കെട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് അവിടെ അവരോധിച്ചിരിക്കുന്നത് M വിൻസെന്റ് ആണ്. അത് ആരാണെന്ന് കൂടി നിങ്ങൾ അറിയണം. നിലവിൽ കോൺഗ്രസിന് വേണ്ടി അവിടെ മത്സരിക്കാൻ പോകുന്നത് സുധീർ ഖാനാണ്. വാർഡ് കമ്മിറ്റി കൊടുത്ത പേരിൽ സുധീർ ഖാൻ എന്ന പേരേ ഇല്ല. എന്തുകൊണ്ട് ആ പേര് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 2 തവണയും UDFനെതിരെ റിബലായിട്ട് മത്സരിച്ച ഒരു വ്യക്തിയാണ് ഈ സുധീർ ഖാൻ. അങ്ങനെ പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി റിബലായിട്ട് നിന്ന വ്യക്തിയെ ആരെങ്കിലും പിന്നീട് സ്ഥാനാർത്ഥിയാക്കൂ? ആക്കില്ലല്ലേ. സ്വാഭാവികമായിട്ട് ആ വ്യക്തിയോട് അവിടത്തെ പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും എന്തുണ്ടാകും? നീരസമുണ്ടാകും. അയാൾക്ക് വോട്ട് ചെയ്യത്തില്ല. ആ വോട്ട് എങ്ങോട്ടേക്ക് പോകണം? ആ വോട്ട് നേരെ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, 12,000 വോട്ടുള്ളതാണ് ഈ പറയുന്ന വിഴിഞ്ഞം വാർഡ്. ഇവിടെ 5200 ഹിന്ദു വോട്ടാണ്. അതുകൊണ്ടാണ് അവിടെ നേരിയ എഡ്ജ് BJPക്ക് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നത്. ആ ഹിന്ദു വോട്ടും പിടിച്ച് ബാക്കി കോൺഗ്രസ് വോട്ട് കൂടി സഹായിച്ചാൽ വിഴിഞ്ഞത്ത് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് നിലവിൽ BJPയുടെ വിലയിരുത്തൽ. അങ്ങനെ ഒരു സഹായം കോൺഗ്രസ് ചെയ്തു തന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവളം മണ്ഡലത്തിൽ തിരിച്ച് സഹായിച്ചാൽ മതി. ഇവിടങ്ങളിലൊക്കെ BJPയുടെ വോട്ട് നിലവിൽ ഏക MLA ആയിട്ട് വിജയിച്ചത് M വിൻസെന്റ് ആണല്ലോ. വിൻസെന്റിന് വീണ്ടും നിയമസഭയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആകെ അവിടുത്തെ പ്രവർത്തകരെല്ലാം വിൻസെന്റിന് ഇപ്പോൾ നിലവിൽ എതിരാണ്. ഇവിടെ ഇപ്പോൾ പ്രവർത്തകർ എതിരായിട്ടുണ്ട്. കോൺഗ്രസ്സുകാരായിട്ടുള്ള നല്ല മനസ്സുള്ള കോൺഗ്രസ്സുകാർ വിളിച്ചു തന്ന വാർത്തയാണ്. അവർ തന്നെ പറയുന്നു അവർ അസംതൃപ്തരാണ്. ഇത്രയും പച്ചയ്ക്ക് അവിടെ ഡീൽ നടത്തിയിരിക്കുന്നു എന്നതിനെ കുറിച്ച് അവർ വിവരം തരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പകൽ വെളിച്ചത്തിൽ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കോൺഗ്രസ്സുകാർ കാണിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ അറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ ഈ വാർഡിന്റെ സ്ഥിതി നേരത്തെ പറഞ്ഞ പോലെ 5200 ഹിന്ദു വോട്ടേഴ്സും 3000-ഓളം മുസ്ലിം വോട്ടേഴ്സും ബാക്കി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉൾപ്പെടുന്ന ബാക്കിയുള്ള വിഭാഗക്കാരാണ് പെടുന്നത്. അപ്പോൾ കോൺഗ്രസ് വോട്ടും ഹിന്ദു വോട്ടും കൂടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ BJPക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് നിലവിലെ തന്ത്രം. നേരത്തെ കോൺഗ്രസിനകത്തെ കാലുവാരലും ഇതുപോലെ M വിൻസെന്റ് ഇടപെട്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിന്റെ ഭാഗമായിട്ടാണ് പോർട്ട് വാർഡും വിഴിഞ്ഞം വാർഡും പരാജയപ്പെടാനുണ്ടായ സാഹചര്യം. ഇടതുപക്ഷം ഈ വാർഡ് പിടിച്ചെടുക്കാനുള്ള അവസരമുണ്ടാക്കിയത് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥികളെ M വിൻസെന്റ് ഇടപെട്ട് വെട്ടി അദ്ദേഹത്തിന്റെ സ്വന്തം പെട്ടിയെടുപ്പുകാർക്ക് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതാണ് ഈ 2 വാർഡുകളിൽ. ഒരിടത്ത് റിബലിനെ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി വിജയിച്ചു കയറുകയും മറ്റിടത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിന് രണ്ടിനും കാരണം വിൻസെന്റിന്റെ ഏകാധിപത്യ നിലപാടുകളാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയാണ്. അതും പോരാഞ്ഞിട്ടാണ് ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം വാർഡിൽ നടക്കുന്ന കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡ് ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 19 എണ്ണം നമ്മളിലുണ്ടല്ലോ, അവർക്കാണെങ്കിൽ അവരുടെ ഭൂരിപക്ഷം ഒന്നുകൂടെ മുകളിലേക്ക് കയറിയാൽ ഒറ്റയ്ക്ക് അവർക്ക് ഭൂരിപക്ഷം പിന്നീട് കിട്ടിക്കഴിഞ്ഞാൽ അവർ സേഫ് ആകും. അവർ സേഫ് ആയാൽ നാളുകളിൽ നമുക്ക് ഗുണമുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരസ്യമായിട്ട് M വിൻസെന്റിന്റെ നേതൃത്വത്തിൽ BJPക്ക് വേണ്ടി വോട്ട് കച്ചവടം നടത്തുന്നതായി കോൺഗ്രസ്സുകാർ തന്നെ വിളിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഈ വിവരം അറിയിക്കുകയാണ്. ഒരു പക്ഷേ അവിടെ BJP വിജയിക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് M വിൻസെന്റ് ആണ്. അവിടെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളെ മുഴുവൻ പിണക്കിക്കൊണ്ട് അവർ കൊടുത്ത 6 സ്ഥാനാർത്ഥികളെയും വെട്ടിക്കൊണ്ട് വാർഡിൽ ആർക്കും സ്വീകാര്യരല്ലാത്ത ഒരു വ്യക്തിയെ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.